ഹായ് ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. രാവിലെ ഈ വലിയൊരു തേങ്ങയുമായി ഞാൻ എന്തിനാണ് വന്നത് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശ ആൻഡ് ചമ്മന്തിയാണ്. അതിന് വേണ്ടിയിട്ടാണ് തേങ്ങയ്ക്കേറ്റ് വന്നത്. തേങ്ങ പൊട്ടിക്കലും ക്യാമറ ശ്രദ്ധിക്കലും ഒരേ നേരമായതുകൊണ്ട് തന്നെ ചന്നം ഭിന്നം ചിതറിച്ചാണ് ഞാൻ തേങ്ങ പൊട്ടിച്ചെടുത്തത്. ഈ സൈഡിലിരിക്കുന്ന കുഞ്ഞൻ കുപ്പികളെ കണ്ടോ? ആ കുപ്പികളെല്ലാം ഞാൻ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു പ്രോഡക്റ്റ് റിവ്യൂമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും. സബ്ജക്റ്റിൽ നിന്ന് ലേശം തെന്നി മാറിപ്പോയി. ഇനി നമുക്ക് നേരെ സബ്ജക്റ്റിലേക്ക് വരാം. ചമ്മന്തി. അപ്പോൾ ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയൊക്കെ ചുരണ്ടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ജാറിലേക്ക് തേങ്ങയും ഇഞ്ചി, ഉള്ളി, പച്ചമുളക്, വേപ്പില തുടങ്ങിയവയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേപ്പില പൊതുവെ പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല. നമ്മുടെ വീട്ടിലൊരു വലിയ വേപ്പ് മരമുണ്ട്. പിന്നെ അതിന് കൂടെ കുഞ്ഞൻ വേപ്പ് മരങ്ങളും ഉണ്ട്. അതിൽ നിന്ന് പൊട്ടിക്കിളുത്ത് വന്നിട്ടുള്ളതാണ്. വേപ്പ് മരത്തിന് ഞാനൊരു വീഡിയോയിൽ കാണിച്ചു തരാവേ. ഇതിലേക്ക് നമുക്കിനി ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടാതെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഇനി നന്നായിട്ട് വെള്ളവും കൂടെ ഒഴിച്ച് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ചമ്മന്തിയുടെ പകുതി പരിപാടി തീർന്ന് കിട്ടും. ഇനി ചമ്മന്തി ബ്ലെൻഡ് ചെയ്ത് വരുമ്പോഴേക്കും ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ചമ്മന്തി ബ്ലെൻഡായി. ഇനി നമുക്കിതൊന്ന് സെറ്റാക്കി വെക്കുവാണെങ്കിൽ ദോശയുടെ പരിപാടിയിലേക്ക് പോകാമല്ലോ. അപ്പോൾ ചമ്മന്തിയുടെ ബാക്കി പരിപാടിയിലേക്ക് കടക്കുകയാണ്. ഇന്ന് നല്ല വെയിലുള്ള ദിവസമാണ്. മഴക്കാലത്ത് ഇതുപോലെ വെയിലുള്ള ദിവസങ്ങൾ വരാൻ വേണ്ടി കാത്തിരിക്കാറുണ്ട്. എന്നാൽ വേനൽക്കാലത്ത് ഒരു മഴ കാണാനും ആഗ്രഹിക്കാറുണ്ട്. എന്താല്ലേ നമ്മളൊക്കെ ഇങ്ങനെ. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് കടുകും കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി പൊട്ടി തെറിച്ചൊക്കെ വരുന്നുണ്ട്. എൻ്റെ കയ്യിലൊക്കെ ചെറുതായിട്ട് വീഴുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലയും ചെറിയ ഉള്ളിയും ഉണക്കമുളകും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് വാടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. നന്നായിട്ട് പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് ഇനി ആഡ് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചമ്മന്തിയുടെ മിക്സ്ചറാണ്. അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. കാര്യം ദോശയുടെ ചമ്മന്തി കുറച്ച് ലൂസായിട്ട് കിട്ടുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ആദ്യം അരയ്ക്കുന്ന സമയത്ത് ഞാൻ ആഡ് ചെയ്തിരുന്നു, പക്ഷേ ഉപ്പ് കുറവായിട്ട് തോന്നി. ഉപ്പ് ചെക്ക് ചെയ്ത് കൊടുത്തിട്ട് കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്തു. നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഒത്തിരി അങ്ങ് തിളപ്പിക്കില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മൂടി വെച്ചു. ചമ്മന്തി റെഡി. ആഹാ, പകുതി പണി തീർന്നു. ഇനി നമുക്ക് നേരെ ദോശയുടെ പരിപാടിയിലേക്ക് പോകാം. ദോശമാവ് അരച്ച് വെച്ചിട്ടുള്ളതാണ്. ഇന്നലെ ഉഴുന്നും അരിയും ഇന്നലെ തന്നെ അരച്ച് വെച്ച് റെഡിയാക്കിയതാണ്. ഇന്ന് രാവിലെ അതെടുത്ത് കുറച്ച് വെള്ളവും ഉപ്പൊക്കെ ചേർത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള കൺസിസ്റ്റൻസിയിലേക്ക് മിക്സ് ചെയ്ത് അവസാനം ഇതാ കൺസിസ്റ്റൻസിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാനുള്ള പാൻ എടുക്കാം. പാൻ എടുത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു തവിയിൽ ദോശമാവെടുത്ത് ഇതുപോലെ പരത്തി നമ്മുടെ ദോശ റെഡിയായിട്ടുണ്ട്. എനിക്ക് നല്ല ക്രിസ്പി ആയിട്ട് ദോശ എടുക്കുന്നതാണ് ഇഷ്ടം. തട്ട് ദോശ പോലെ ചെറുതായിട്ടുള്ള ദോശ എനിക്കിഷ്ടമല്ല. നന്നായിട്ട് കനം കുറച്ച് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെ ദോശമാവ് ഒഴിച്ച ശേഷവും അതിൻ്റെ മുകളിലും ഞാൻ എണ്ണ ഒന്ന് ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. നല്ല വെയിലുണ്ട് പുറത്ത്. ഈ വെയിൽ മാറാതെ വൈകുന്നേരം വരെ നിന്നാൽ മതിയായിരുന്നു. കുറച്ച് ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിടാനുണ്ട്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ദോശ റെഡിയായി. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ചിലർക്ക് ദോശ കഴിക്കണമെങ്കിൽ ഇവിടെ ഓംലെറ്റ് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ഓംലെറ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അടുത്തത്. എണ്ണ ചൂടായി വന്നപ്പോഴേക്കും ഓംലെറ്റിൻ്റെ ബാറ്റർ ഒഴിച്ച് ഓംലെറ്റ് ഇവിടെ റെഡിയായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ദോശയും ചമ്മന്തിയും ചായയും റെഡിയായി. ഇനി കഴിച്ചിട്ട് വരാം. ബൈ.